സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ബംഗാളി നടി ശ്രീലേഖ മിത്രയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിന് പിന്നാലെ കടുത്ത പ്രതിഷേധത്തിനും ഒടുവിലാണ് അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ രഞ്ജിത്ത് തയ്യാറായത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കസേര തെറിക്കാതിരിക്കാൻ പണി 18 എടുത്തു നോക്കി. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമായതോടെ സ്വന്തം പാർട്ടിയും സർക്കാരും കൈയൊഴിഞ്ഞു എന്നതാണ് സത്യം. ശ്രീലേഖ മിത്രയുടെ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമായിരുന്നു. പ്രതിപക്ഷത്തിന് പുറമെ ഭരണപക്ഷത്തുള്ള CPI അടക്കമുള്ള പാർട്ടികളും രഞ്ജിത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സിനിമാ രംഗത്തുള്ള പലരും രാജി ആവശ്യം ഉയർത്തിയിരുന്നു. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമാ താരങ്ങളും രാജി ആവശ്യം ഉയർത്തിയതോടെ രഞ്ജിത്ത് കടുത്ത സമ്മർദ്ദത്തിലായി. ഇതോടെയാണ് രഞ്ജിത്ത് രാജി കൈമാറാൻ നിർബന്ധിതനായത്. രഞ്ജിത്തിനെ ചേർത്തു നിർത്തുന്ന നിലപാടാണ് ആദ്യം CPM സ്വീകരിച്ചിരുന്നത്. പ്രഗത്ഭനായ കലാകാരനാണ് രഞ്ജിത്തെന്നും ആരോപണം തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി എടുക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നതോടെ സജി ചെറിയാൻ നിലപാട് മാറ്റിയിരുന്നു. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് വളകളിൽ തൊടുന്ന പാപത്തിൽ കയ്യിൽ സ്പർശിച്ചതായി, മുടിയിൽ തലോടിയതായി ബംഗാളി നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയിരുന്നു. കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചതോടെ മുറിയിൽ നിന്നിറങ്ങി. ഇതേ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റേന്നു തന്നെ മടങ്ങിയിരുന്നു. ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല, എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റം. ബംഗാളിലിരുന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും ഇടതു സഹയാത്രികയായ ശ്രീലേഖ പറഞ്ഞിരുന്നു. ധാർമ്മിക പ്രശ്നം എന്നതിൽ രാഷ്ട്രീയവും നിയമപരവുമായി മാനങ്ങളിലേക്ക് വിഷയം വളർന്നതോടെയാണ് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കേണ്ടെന്ന നിലപാടിലേക്ക് ഭരണ നേതൃത്വവും പാർട്ടിയും എത്തിയത്. വിവാദം സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുമെന്നതാണ് നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ രഞ്ജിത്തിന് അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്തി മുന്നോട്ട് പോകാനാവില്ല. അനുകൂലമായി പരസ്യ നിലപാട് സ്വീകരിക്കുന്നത് പോലും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് രഞ്ജിത്തിനെ രാജിയിലേക്ക് എത്തിച്ചത്. എന്നാൽ നടൻ സിദ്ദീഖിനെതിരെ ഞെട്ടിക്കുന്ന പീഡന കഥകളാണ് പുറത്തുവരുന്നത്. സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിനു ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തിയായിരുന്നു ലൈംഗികമായി ഉപദ്രവിച്ചത് എന്നാണ് നടിയുടെ പരാതി. അന്ന് 21 വയസ്സുള്ള തന്നോട് മോളെ എന്ന് വിളിച്ചാണ് സിദ്ദീഖ് സമീപിച്ചത്. ആ വിളി പോലും ഒരു കെണിയായിരുന്നു. ഇപ്പോൾ സിദ്ദീഖ് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു. എന്തൊരു നാടകമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. 2019 തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞതാണ് ഞാൻ. അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. തനിക്കൊന്നും നഷ്ടമാവാനില്ല, അതുകൊണ്ട് സധൈര്യം തുറന്നു പറയുന്നതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ കടുത്ത ആരോപണങ്ങൾക്കൊടുവിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും സിദ്ദീഖ് രാജിവെച്ചു. ഇനി പുറത്തു വരാനിരിക്കുന്നത് മലയാള സിനിമ പവർ ഗ്രൂപ്പിലെ സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതുക്ക് മേലുള്ള ആരോപണങ്ങളാണ് വരും ദിവസങ്ങളിൽ മലയാള സിനിമയിൽ ചർച്ച ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. കാത്തിരുന്നു തന്നെ കാണാം.